വയനാട് കൽപ്പറ്റയിലുള്ള ഒരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കരാപ്പുഴ വാട്ടർ സ്കേപ്സ് ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് പേര് തന്നെ പറയുന്ന പോലെ കൽപ്പറ്റയിലുള്ള കരാപ്പുഴ ഡാമിൻ്റെ തൊട്ട് അടുത്ത് തന്നെ എന്ന് വേണം നമുക്ക് പറയാം. വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഡാമിലേക്ക് എത്തിച്ചേരാൻ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്നുള്ള കരാപ്പുഴ ഡാമിലേക്കുള്ള വ്യൂ തന്നെയാണ്. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഈ ഹോം സ്റ്റേ ഇരിക്കുന്ന അത്യാവശ്യം ഒരു ഉയരത്തിലായതുകൊണ്ട് ഇവിടുന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് ഏത് ടൈമിലും അങ്ങോട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഹോം സ്റ്റേയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ്. നമുക്ക് ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ അടിപൊളിയായിട്ട് 2-3 ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ ആണ്. ഇതാണ് ഹോം സ്റ്റേയുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇത് 2 ബെഡ്റൂം ഹോം സ്റ്റേ ആണ് വരുന്നത്. മാക്സിമം ഒരു 6 പേർക്കൊക്കെ സുഖമായിട്ടും നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഹോം സ്റ്റേ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ചുറ്റുംപുറമൊക്കെ നടന്ന് കാണാൻ പാകത്തിനുള്ള കുറച്ച് കൃഷികളൊക്കെ നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ തന്നെയാണ് കേട്ടോ. പിന്നെ ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ വരുന്ന ഗ്രൂപ്പിനാണെങ്കിൽ തന്നെ അത്യാവശ്യത്തിന് വേണ്ട പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെയുണ്ട്. പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. കയറി വരുമ്പോൾ ഒരു ലിവിങ് സ്പേസും ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സോഫയുണ്ട്. അതുപോലെ തന്നെ ഫ്രീ വൈഫൈ ആണ്. നമുക്ക് ഏത് ടൈമിലും അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഗ്രോസറീസ് കാര്യങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. പിന്നെ അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ കൺസെപ്റ്റിലൊരു 3 സീറ്റ് 4 സീറ്റ് വരുന്നൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നമുക്ക് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഹോം സ്റ്റേയുടെ ഇവിടുത്തെ 2 ബാൽക്കണിയാണ്. ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാനും ചായ കുടിക്കാനും ഒക്കെ ഉള്ളൊരു ചെറിയൊരു രീതിയിൽ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ തന്നെ സെക്കൻഡ് ഹോം സ്റ്റേ ആണ് ഇതിൻ്റെ തൊട്ടിപ്പുറം കാണുന്നത്. അപ്പോൾ വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഈ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇതുപോലെ തന്നെ 2 ബാൽക്കണി ഓരോ ഹോം സ്റ്റേയിലുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ആണ്. ഇനി ഈ ഫ്ലോറിൽ തന്നെ ഡബിൾ ബെഡ്റൂമാണ് വരുന്നത്. ഇതുപോലെ തന്നെ സെയിം ബെഡ്റൂം താഴെയും കാണുന്നുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. സെയിം തന്നെയാണ്. അത്യാവശ്യത്തിന് വേണ്ട ഫർണിച്ചറും അത്യാവശ്യം സ്പേഷ്യസ് തന്നെയാണ്. പിന്നെ നല്ല ക്ലീൻ ആയിട്ടാണ് അവരെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2ഉം എൻസ്യൂട്ടാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റും വാഷ്റൂമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ചുറ്റുപുറമൊക്കെ ആണെങ്കിലും അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല. അത്യാവശ്യം നല്ല കൃഷികളൊക്കെ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോം സ്റ്റേ ആണ് ഇത്. ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മുടെ സീസണും എത്ര പേർ അനുസരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എത്ര ദിവസമൊക്കെ സ്റ്റേ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് തന്നെ പറയാൻ പറ്റും. ബാക്കിയുള്ള റിസോർട്ടിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ട് തന്നെയാണ്. പിന്നെ സ്വിമ്മിംഗ് പൂൾ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരു വാഷ്റൂം നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പ്ലേ ചെയ്തതിന് ശേഷം വീണ്ടും അവിടുന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പ്ലേ ചെയ്തതിന് ശേഷം വീണ്ടും അവിടുന്ന് തന്നെ ഫ്രഷപ്പായിട്ട് വരാനുള്ള ഒരു ജസ്റ്റ് ഒരു വാഷ്റൂം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വയനാടൊക്കെ വിസിറ്റ് ചെയ്യുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹോം സ്റ്റേ തന്നെയാണ് കരാപ്പുഴ വാട്ടർ സ്കേപ്സ് എന്ന് പറയുന്ന ഈ റിസോർട്ട്. സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ അഡൽട്ട് സെക്ഷനും അതുപോലെ കിഡ്സ് സെക്ഷനും സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത് ഈ ഹോം സ്റ്റേയുടെ അടുത്ത് ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. കുറേ അധികം വാട്ടർഫാൾസും ഡാംസും അതുപോലെ തന്നെ കേവ് ഒക്കെ ഇതിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. ഏകദേശം 1 hour ഡിസ്റ്റൻസിൽ തന്നെയാണ് നമുക്ക് എല്ലാം തന്നെ വരുന്നത്. പിന്നെ ഷോപ്സൊക്കെ ഉണ്ടെങ്കിലും 5 minutes ഡിസ്റ്റൻസിലൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടുത്തെ കൊടുക്കുന്ന കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഒരാളിപ്പോഴും നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. എന്താവശ്യത്തിന് വിളിച്ചാലും നമുക്ക് ഈസിലി അവരോട് സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും അറിയാനും ഒക്കെ പറ്റും. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ ഞങ്ങൾക്ക് 2-3 തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റും കറികളും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു എല്ലാം. അപ്പോൾ വയനാട് വിസിറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹോം സ്റ്റേ ആട്ടോ കരാപ്പുഴ വാട്ടർസ്കേപ്സ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് നമുക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കൊണ്ടുപോയുണ്ട്. പിന്നെ അവിടെ തന്നെ നമുക്കൊരു 1/2 ദിവസം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വയനാടിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.